ഏവർക്കും നമസ്കാരം. സർവേശ്വരകാരകനായ വ്യാഴം, ഫലദാനശേഷിയിൽ ശനിക്ക് തുല്യനായ ഗ്രഹം എന്ന് അറിയപ്പെടുന്ന രാഹു, ചൊവ്വയ്ക്ക് സമാനനായ ഗ്രഹം എന്നറിയപ്പെടുന്ന കേതു എന്നീ 3 ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുകയാണ്. മെയ് മാസം 14 തീയതിയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം നടക്കുക. നിലവിൽ സഞ്ചരിക്കുന്ന ഇടവരാശിയിൽ നിന്നും വ്യാഴം മെയ് 14 തീയതി മിഥുനരാശിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് 1 വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കും. വ്യാഴം അനുകൂലനായാൽ ഈശ്വരകടാക്ഷവും ഭാഗ്യവും ശാരീരിക മാനസിക സുഖങ്ങളും ധനധാന്യ സമൃദ്ധികളും എല്ലാം നൽകുന്നു. എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ? അത് നിർഭാഗ്യം, ഈശ്വരകടാക്ഷത്തിന് ഭംഗം, തൽഫലമായി തടസ്സങ്ങൾ, പരാജയങ്ങൾ, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം വരുത്താം. വ്യാഴമാറ്റം നടന്ന് 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു വലിയ രാശിമാറ്റമായ രാഹു കേതുമാറ്റം നടക്കും. രാഹു കേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുക 1.5 വർഷക്കാലം ആണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും സഞ്ചരിച്ചു വരുന്നു. എന്നാൽ മെയ് 18 തീയതി രാഹു ഒരു രാശി പുറകോട്ട് മാറി കുംഭം രാശിയിലും കേതു ഒരു രാശി പുറകോട്ട് മാറി ചിങ്ങം രാശിയിലും പ്രവേശിക്കും. തുടർന്ന് 1.5 വർഷക്കാലം ഈ രാശികളിൽ അവർ സഞ്ചരിക്കുകയും ചെയ്യും. ഫലദാന വിഷയങ്ങളിൽ രാഹുവിനെ ശനിയെപ്പോലെയും കേതുവിനെ കുജനെ അഥവാ ചൊവ്വയെപ്പോലെയും കരുതണം എന്നാണ്. അതായത് രാഹു പ്രബലനായാൽ ശനി നൽകുന്നത് പോലെയുള്ള അനുഗ്രഹ വർഷങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്നിവയെ നൽകും. എന്നാൽ പ്രതികൂലമായാലോ? ശനി തരുന്ന അളവിലുള്ള ദോഷങ്ങളും നൽകും. കേതു അനുകൂലനായാൽ ചൊവ്വ നൽകുന്ന തരത്തിലുള്ള സമാനമായ ഗുണാനുഭവങ്ങളും, പ്രതികൂലമായാൽ മറിച്ചും ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യും. ഈ വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രജാതരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഇടവക്കൂറുകാർക്ക് മെയ് മാസം 14 തീയതി നടക്കുന്ന വ്യാഴമാറ്റം വളരെ നേട്ടങ്ങളെ നൽകുന്ന ഒരു രാശിമാറ്റമാകും. കാരണം നിലവിൽ, അതായത് കഴിഞ്ഞ 1 വർഷക്കാലമായി ഇടവക്കൂറുകാർക്ക് വ്യാഴം അനിഷ്ടനായി സഞ്ചരിച്ചു കൊണ്ടിരുന്നതിനാൽ പ്രതികൂലമായ ഫലങ്ങളെ നൽകി വരുന്നു. വ്യാഴം അനിഷ്ടഭാവമായ 1-ാം ഭാവത്തിൽ അഥവാ ജന്മത്തിലാണ് സഞ്ചരിച്ച് വരുന്നത്. ജന്മവ്യാഴം എന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന ഒരു അവസ്ഥാവിശേഷമല്ല. ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ ഒരുപോലെ ഇവരെ അലട്ടാവുന്ന അവസ്ഥയാണ് ഈ ജന്മവ്യാഴം. കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം, ധനനാശം എന്നിവയും വ്യാഴം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉളവാകാവുന്ന ദോഷഫലങ്ങൾ ആണ്. എന്നാൽ മെയ് മാസം 14 തീയതിയോടുകൂടി ഇവർക്ക് വ്യാഴം അനുഗ്രഹവും സൗഭാഗ്യവും നൽകുവാൻ തുടങ്ങുന്നു. കാരണം അന്നു മുതൽ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ജന്മത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 2-ാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. വ്യാഴം ഈ 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകും. എങ്കിലും അതിൽ എടുത്തു പറയേണ്ട മേഖല സാമ്പത്തിക മേഖലയാണ് എന്ന് അറിയുക. കാരണം 2-ാം ഭാവം ധനഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനഭാവമായ 2-ൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകും. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ, കടങ്ങൾ എന്നിവ ഒഴിയാനുള്ള മാർഗങ്ങൾ, ഉപായങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. വരുമാന വർധനവ്, കർമ്മരംഗത്ത് ഏറെ പുഷ്ടി എന്നിവ അനുഭവത്തിൽ വരും. ബിസിനസ് മേഖലയിലുള്ളവർക്കും പുരോഗതിയും ലാഭവും വർദ്ധിക്കും. വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. ഭൂമി ക്രയവിക്രയങ്ങൾ, ഓഹരി വിപണി, ബിസിനസ് തുടങ്ങി 1-ലധികം മേഖലകളിൽ നിന്നും ധനാഗമത്തിനുള്ള സാധ്യതകൾ വ്യാഴം ധനഭാവമായ 2-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാറുണ്ട്. 2-ാം ഭാവം എന്നത് വാക്സ്ഥാനവും കൂടിയാകയാൽ ഇക്കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകുന്നു. അതായത് അധ്യാപനം, അഭിഭാഷക വൃത്തി, സാഹിത്യം എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരുമെന്നത് നിശ്ചയം. കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം, സുഖം, സമാധാനം, ആരോഗ്യം എന്നിവയും വ്യാഴം 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. കർമ്മരംഗത്തും അംഗീകാരം, പ്രമോഷൻ എന്നിവ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടാതെ വ്യാഴം എന്നത് ഇടവക്കൂറുകാരുടെ അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമാകുന്നു.
ആരോഗ്യം, ആയുസ്, ശരീരപുഷ്ടി, ഓജസ് എന്നിവയെ എല്ലാം കുറിക്കുന്ന അഷ്ടമഭാവം അഥവാ 8ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം 2ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം, ആരോഗ്യം, മനസ്സുഖം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ധനാഗമത്തിന്റെ ഭാവമെന്ന് കൂടി അറിയപ്പെടുന്ന 11ാം ഭാവാധിപതിയായ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് അത് സാമ്പത്തികമായ നല്ല ഉയർച്ച, നേട്ടം, നിക്ഷേപം എന്നിവയെ എല്ലാം നൽകും. ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിലും ഈ കൂറുകാർക്ക് ഈ സമയം ഏറെ അനുകൂലവും അനുയോജ്യവും ആകും. അപ്പോൾ നിലവിൽ ഏറെ അനിഷ്ടനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ഇടവക്കൂറുകാർക്ക് മെയ് പകുതിയോടുകൂടി വളരെ അനുഗ്രഹങ്ങളെ വർഷിക്കുന്ന നിലയിലേക്ക് മാറുന്നു. അടുത്തതായി ഈ മാസം 18-ന് നടക്കുന്ന രാഹുമാറ്റം ഇടവക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിൽ ഇടവക്കൂറുകാരുടെ ഇഷ്ടഭാവമായ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു മെയ് മാസം 18-ന് ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10ലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് 1.5 വർഷക്കാലം ആ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. 10ാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം ആകുന്നു. കൂടാതെ ഇടവക്കൂറുകാരുടെ 10ാം ഭാവാധിപനായ ശനി ഈ കൂറുകാർക്ക് വളരെ അനുകൂലനായി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. കാരണം രാഹു പ്രവേശിക്കുന്ന 10ാം ഭാവാധിപനായ ശനി പ്രബലനാകുമ്പോൾ ആ ബലം ഛായാഗ്രഹം എന്ന് അറിയപ്പെടുന്ന രാഹുവിനും ലഭിക്കുന്നുവെന്ന് അറിയുക. 10ാം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി, കർമ്മഗുണം, നേട്ടങ്ങൾ, പ്രമോഷൻ, അതുവഴി ധനാഗമം, സാമ്പത്തികമായ നേട്ടങ്ങൾ, മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാകും ഇത്. കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ അനുയോജ്യമാണ്. കൂടാതെ ഈ സമയത്ത് ബിസിനസ്, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും. അടുത്തതായി കേതുവിന്റെ രാശിമാറ്റം നമുക്ക് പരിശോധിക്കാം. മെയ് മാസം 18-ാം തീയതി കേതു ഈ കൂറുകാരുടെ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന 4ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 4-ൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 4ാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, മനസ്സമാധാനമില്ലായ്മ, അസംതൃപ്തി, മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാവ്, കുടുംബാംഗങ്ങൾ എന്നിവരുമായി അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ എന്നിവയിലേക്ക് സാധ്യതകളെ ഉണ്ടാക്കാം. അതിനാൽ കേതുദോഷശാന്തിക്കായി ഈ കൂറുകാർ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക. കൂടാതെ ചതുർത്ഥി തിഥിക്ക് ഗണപതി ഹോമം, കറുകമാല ചാർത്തൽ എന്നിവ വഴിപാടായി ഇവർ കഴിക്കുക. കൂടാതെ ആത്മീയമായ കാര്യങ്ങൾ, ഈശ്വരവിശ്വാസം, പ്രാർത്ഥന എന്നിവയിൽ ഊന്നൽ നൽകിയുള്ള ജീവിത രീതി ഇവർ പുലർത്തുക. ഇടവക്കൂറുകാർക്ക് ശനിയും മാർച്ച് മാസം അവസാനം മുതൽ ഈ കൂറുകാരുടെ ഏറ്റവും ഇഷ്ടഭാവമായ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. സർവാഭീഷ്ടസ്ഥാനം, ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ 11ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് അഭീഷ്ടസിദ്ധി, കാര്യവിജയം, ധനപുഷ്ടി, ധനാഗമം, ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. ശനി, വ്യാഴം, രാഹു എന്നീ പ്രബലരായ 3 ഗ്രഹങ്ങളും അത്യന്തം സന്തുഷ്ടരായും പ്രീതരായും സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതു ഇവർക്ക് കാര്യമായ വെല്ലുവിളികളെ ഉയർത്തുന്നതല്ല എന്ന് ഈ കൂറുകാർ മനസ്സിലാക്കുക. എങ്കിലും സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും അലംഭാവം, അശ്രദ്ധ എന്നിവ പുലർത്താതെ ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.